ഇവിടെ പല ആളുകളും എന്നെ വിളിക്കാറുണ്ട്, ബ്രോ ഇൻഷുറൻസ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചു, എൻ്റെ വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട്, അബീസ് ബ്രോ ഞാൻ ഏതാണ് എടുക്കേണ്ടത്, ഞാൻ എടുക്കണോ അല്ലെങ്കിൽ വേറെ, അങ്ങനെ പലതും ഉണ്ട്. ബ്രോയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇൻഷുറൻസ് എടുക്കുമ്പം മസ്റ്റായിട്ട് ഇവിടെ പല ആളുകളും എന്നെ വിളിക്കാറുണ്ട്, ബ്രോ ഇൻഷുറൻസ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചു, എൻ്റെ വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ബ്രോ ചോദിച്ച ചോദ്യം ഇവിടെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം വൺസ് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അവരൊരു പേപ്പർ തന്നിട്ട് പോകും. നമുക്ക് തന്നിട്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാൻ നോക്കണം. റിട്ടേൺ എടുക്കാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല എമൗണ്ട് നഷ്ടപ്പെടും. അപ്പം വൺസ് അവർ പോലീസ് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവരെ. അപ്പോയിൻമെൻറ്റ് എടുക്കുക, അവരെ ചെന്ന് കാണുക. അവരെ ചെന്ന് കാണുമ്പോൾ അവരൊരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് വീട്ടിൽ വരും. അത് മേ ബി 100 പൗണ്ട് ആയിരിക്കും, 200 പൗണ്ട് ആയിരിക്കും. അത് ബേസ്ഡ് ഓൺ നിങ്ങളെ ലൈസൻസ് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, അതൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് അത് എടുക്കണമെങ്കിൽ കോമ്പൗണ്ട് ഇൻഷുറൻസ്, ഇൻബൗണ്ട് ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. ആ ഇൻബൗണ്ട് ഇൻഷുറൻസ് എടുക്കുന്നതിന് അത് 1 മന്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ യാർഡിൽ നിന്ന് തിരിച്ച് വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ വേണം. അതുപോലെ തന്നെ വണ്ടിയുടെ V5 വേണം. V5 ബുക്ക് അറിയാമല്ലോ, നമ്മൾ RC ബുക്ക്, ഇതെല്ലാമായിട്ട് വേണം പോകാൻ. അവിടെ പോകുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഒരു വണ്ടി കയറി സ്റ്റേഷനിൽ നിന്ന് ഒരു 2 ദിവസത്തിനകത്ത് വെച്ച് ഇറക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു 600 മുതൽ 700 പൗണ്ട് വരെ ആവുന്നുണ്ട്. 2 ദിവസത്തെ കാര്യം പറയുന്നത്. കാരണം 25 പൗണ്ട് വെച്ച് സ്റ്റോറേജ് ചാർജ് അവർ ചാർജ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കിപ്പം ഇന്നിപ്പോൾ ഒരു 2-3-4 ദിവസം മുമ്പ് ഒരു കസ്റ്റമർ വണ്ടി ഇങ്ങനെ പിടിച്ചായിരുന്നു. നമ്മുടെ കസ്റ്റമറല്ല, പുള്ളി ഇൻഷുറൻസ് ഇല്ലാതെ, ഇൻഷുറൻസ് ഉടായ്പിലാണ് എടുത്തത്. പക്ഷേ ഇൻഷുറൻസ് ഫസ്റ്റ് ഡയറക്റ്റ് ഡെബിറ്റ് പോയി. ഡയറക്റ്റ് ഡെബിറ്റ് അല്ല, ഫസ്റ്റ് ഒരു പേയ്മെൻറ്റ് ചെയ്തു, പിന്നെ ഡയറക്റ്റ് ഡെബിറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി പിന്നെ നാളെ എടുക്കും, മറ്റന്നാൾ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളി വൈഫിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇത് ജോലിക്കാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പോലീസ് ക്യാച്ച് ചെയ്തായിരുന്നു. അപ്പോഴേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ അത് ഉടായ്പിലെടുത്ത ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം പുള്ളി 800 പൗണ്ടിനാണ് മേടിച്ച വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ഒരു 800 പൗണ്ട് ആവും ഇത് ഇറക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് അത് വേണ്ട, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേഷനിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, അവിടെ ചെല്ലുക, എന്നിട്ട് പറയുക വണ്ടി നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. അപ്പം അവർ അതേപോലെ ചെന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽസ് സംസാരിച്ചു. അപ്പോൾ അവർ വണ്ടി നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു 150 പൗണ്ടാണ് അവരെ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഒരു പെനാൽറ്റി വീട്ടിൽ വരും, കാരണം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിച്ചതിന്. അല്ല, എനിക്കിപ്പം അതിലൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചിലവര് വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി പോയല്ലോ, അപ്പോൾ വണ്ടി പോകുമ്പോൾ എല്ലാവരും പറയും 3 വർഷമായ ഒരാളെ കൊണ്ടുപോകണം. പിന്നെ ഇല്ല, അങ്ങനെ ഒരു ഇതില്ല ബ്രോ. നമുക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് മതി. UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് വണ്ടി പോയി എടുക്കാവുന്നതാണ്. ഇപ്പൊ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ബ്രോ എനിക്ക് വന്ന് എടുക്കാവുന്നതാണ്. V5 ബുക്കും കൂടി വേണം. വണ്ടിയുടെ V5 വേണം. ആ V5യുടെ ഓണറും കൂടി വേണം. അത് ആരെ പേർക്കാണ്, ഇപ്പം തേർഡ് പാർട്ടിയുടെ ആൾക്കാണ് ആ V5ന്റെ പേരുണ്ടെങ്കിൽ ആ പുള്ളിയും കൂടി വേണം. ഓക്കെ. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അന്നേരം നമ്മൾ എടുക്കേണ്ട ഇൻഷുറൻസ് എന്താണ്? അത് കോമ്പൗണ്ട് ഇൻഷുറൻസ് എന്ന് പറയും, ഇൻബൗണ്ട് ഇൻഷുറൻസ് എന്ന് പറയും. അത് അവരെ ആ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടി ആ യാർഡിൽ കിടക്കുന്നതിനുള്ള ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ എടുക്കാൻ പറ്റത്തില്ല. അതൊരു മാസത്തേക്കായിരിക്കും അവർ തരുന്നത്. അത് നമുക്കിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻബൗണ്ട് ഇൻഷുറൻസിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. ഒരുപാട് നമ്പർ കാണും. ആ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചിട്ട് നമുക്ക് അഫോർഡ് ആവുന്ന ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റേഷനിൽ ചെന്നിട്ട് തന്നെ ചെന്ന് വിളിക്കാം, അപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിത്തിൻ 1 അവർ സ്റ്റാർട്ട് ചെയ്ത് തരും, പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇപ്പം ബ്രോനെ സംബന്ധിച്ചോളം എനിക്കറിയാം ബ്രോ എത്രത്തോളം ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു പാഷനേറ്റ് ആണെന്നുള്ളത്. കാര്യം ഇവിടെ ഒരു ജോബുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, വെൽ സെറ്റിൽഡ് ആണ്. ഇത് ചെയ്യണമെന്ന് പോലും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രോ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യണം, വണ്ടീനോടുള്ള താല്പര്യമാണെന്ന് എനിക്കറിയാം. അപ്പം ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് UK സംബന്ധിച്ചോളം നമുക്കിവിടെ ഒത്തിരി ഇൻഷുറൻസ് ഉണ്ട്. ആക്സിഡൻറ്റ്, എന്താ പറയുക, ഇപ്പോൾ അങ്ങനെ പല ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നിനും പ്രൊമോട്ടല്ല, ബ്രോയുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട്, അബീസ് ബ്രോ ഞാൻ ഏതാണ് എടുക്കേണ്ടത്, ഞാൻ എടുക്കണോ അല്ലെങ്കിൽ വേറെ, അങ്ങനെ പലതും ഉണ്ട്. ബ്രോയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇൻഷുറൻസ് എടുക്കുമ്പം മസ്റ്റായിട്ട് നമുക്ക് റിക്കവറി സർവീസ് ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പം എയുടെ വാറണ്ടി അല്ലെങ്കിലും ഒരു റിക്കവറി, കാരണം നമുക്കിപ്പം മോട്ടോർവേയിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പം ഇവിടെ അറിയാലോ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ്. ഇപ്പം നമുക്കിപ്പം 1 മൈൽ അപ്പുറം വണ്ടി എടുത്ത് റിക്കവറി ഉപയോഗിച്ചാക്കണമെങ്കിൽ മിനിമം ഒരു 30 to 50 പൗണ്ട്സ് അവർ ചോദിക്കും, 1 മൈലിൻ്റെ കാര്യം പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മീൻസ് ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു റിക്കവറി
ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്യാം. ഒരു നിയറസ്റ്റ് ഗ്യാരേജിൽ കൊണ്ടിട്ട് നേരെ മറിച്ച് ആ ഒരു സമയത്ത് ഒരു എമർജൻസി സമയത്ത് റിക്കവറി വിളിക്കുവാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട്, കാരണം നമ്മൾ റിക്കവറി ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പല വണ്ടികൾ ഉപയോഗിക്കുന്ന കണ്ട് റിക്കവറി ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ട്രേഡ് പ്ലേറ്റിൽ റിക്കവറി ആഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം ഞാൻ പെട്ടുപോയി. നിയർ ഓക്സ്ഫോർഡ് ഞാൻ പെട്ടുപോയായിരുന്നു. ഞാൻ ഓക്സ്ഫോർഡ് സർവീസിൽ വണ്ടി ഒരുവിധം കയറ്റിയിട്ടു. റിക്കവറി വിളിച്ചു. അവർ മാഞ്ചസ്റ്ററിൽ എത്തിക്കാൻ വേണ്ടി 500 പൗണ്ട് 600 പൗണ്ടൊക്കെ ചോദിച്ചത് ആ ടൈമിൽ. അപ്പം ഏറ്റവും ബെറ്റർ ഇൻഷുറൻസ് എടുക്കുമ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കിപ്പം എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. എയുടെ ഏറ്റവും ബെറ്റർ ആണ്. എയുടെ ആഡ് ചെയ്ത് നോക്കുക. അത് എമൗണ്ട് നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്കവറി സർവീസിൻ്റെയും കൂടി ആഡ് ചെയ്യുക. അത് മസ്റ്റായിട്ട് ആഡ് ചെയ്യുക.